നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. കുന്നംകുളത്തിന്റെ നഗര സുരക്ഷയ്ക്കായി ഒരുക്കിയ നിരീക്ഷണ ക്യാമറകൾ, CCTV പുന്നയൂർകുളം ബ്യൂറോ പ്രതിനിധി സുജിത് ഹുസൈന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഡോക്യുമെന്ററി മലബാർ വാരിയർ, കടലാസിൽ ഒതുങ്ങിയ തൃശൂർ വിമാനത്താവളം, തുടർക്കഥയാകുന്ന പീഡന കേസുകൾ, മിഴി തുറക്കാത്ത പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നൽ ലൈറ്റ് തുടങ്ങിയ ഒരുപിടി വാർത്തകളാണ് ആഴ്ചവട്ടം ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കുന്നംകുളത്തിന്റെ നഗര സുരക്ഷയ്ക്കായി മുനിസിപ്പാലിറ്റിയുമായി കൈകോർത്ത ജനകീയ പ്രാദേശിക ദൃശ്യ മാധ്യമമായ CCTVയും നഗരത്തിൽ പലയിടത്തായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു. പദ്ധതി മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ്. പോകാം വിശദാംശത്തിലേക്ക്. മാലിന്യ സംസ്കരണത്തിന് പുത്തൻ മാതൃക നൽകി നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവുകളിലും ബസ് സ്റ്റാൻഡിലും സ്ഥാപിച്ച CCTV ക്യാമറകൾ വ്യാഴാഴ്ച പ്രവർത്തന സജ്ജമായി. നഗരസഭാ കാര്യാലയത്തിൽ ക്രമീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമിൽ AC മൊയ്തീൻ MLA CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തുടർന്ന് കോൺഫറൻസ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ വികസന പ്രവർത്തനം തുടർച്ചയാണ്. വീണ്ടും ആളുകൾ ആവശ്യപ്പെട്ടു. മനുഷ്യ ജീവിതം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ അത് നിരീക്ഷിക്കാൻ ഇവിടെയും പോലീസ് സ്റ്റേഷനിലെ സൗകര്യമുണ്ട്. അവരത് കൃത്യമായി ചെയ്യും. ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പോലീസിന്റെ ഇടപെടലുകൾ അത്രയും സൗകര്യം ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പോലെ ആ പ്രശ്നം നമുക്ക് പോലീസ് നിരീക്ഷണത്തോടുകൂടി ചെയ്യാൻ കഴിയും. പോലീസിന്റെ പ്രവർത്തനത്തിനും ഇതിന് സഹായകമായി CCTV കുന്നംകുളത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഒരു പങ്കുണ്ട്. ആ പങ്ക് നിർവഹിക്കാൻ അവർ വന്നതിനും അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുക. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. നമ്മൾ ക്യാമറ വയ്ക്കുമ്പോൾ അത് വെറുതെ ഒരു പേരിന് ക്യാമറ വെച്ചാൽ പോരാ. ഒരു വാഹനം അത് പിടിച്ചെടുക്കണമെങ്കിൽ അതിന്റെ നമ്പർ പ്ലേറ്റ് സീൽ ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ക്യാമറകളായിരിക്കണം എന്ന പ്രത്യേക നിർദ്ദേശമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ക്യാമറകളും കൂടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കുന്നംകുളത്തെ പോലീസും അതുപോലെ തന്നെ കുന്നംകുളത്ത് തന്നെ പ്രവർത്തിക്കുന്ന CCTVയും നഗരസഭയോട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, ACP CR സന്തോഷ്, SHO UK ഷാജഹാൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, പാലക്കാട് ഭഗവതി അസോസിയേറ്റ് MD രാജേഷ് കുമാർ, നഗരസഭാ കൌൺസിലർമാരായ AS സുജീഷ്, ഗീത ശശി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്വാഗതവും സെക്രട്ടറി ഇൻചാർജ് EC ബിനയ് ബോസ് നന്ദിയും പറഞ്ഞു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം തന്നെ നഗരത്തെ സുരക്ഷാ വലയത്തിലാക്കുക കൂടിയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. വിവിധയിടങ്ങളിൽ 18 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 15 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നിരീക്ഷണത്തിനായി റൂം സജ്ജമാക്കിയിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും നിരീക്ഷണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവ രണ്ടും കേന്ദ്രീകൃത നിരീക്ഷണ ഇടങ്ങളാണ്. മുനിസിപ്പൽ ജംഗ്ഷൻ, ഹെർബർട്ട് റോഡ് ജംഗ്ഷൻ, TT ദേവസി ജംഗ്ഷൻ, തുറക്കുളം മാർക്കറ്റ്, വിക്ടറി, പഴയ ബസ് സ്റ്റാൻഡ്, TK കൃഷ്ണൻ റോഡ്, മധുരക്കുളം, ജവഹർ തിയേറ്റർ, കാണിപ്പയ്യൂർ, വൈശ്ശേരി, ആനായിക്കൽ ജംഗ്ഷൻ, പനങ്ങായി കയറ്റം, ചാട്ടുകുളം എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ ചിലയിടങ്ങളിൽ 2ഉം 3ഉം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലക്കാട് ഭഗവതി അസോസിയേറ്റ്സ് ആണ് ക്യാമറകളുടെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായ നെറ്റ്വർക്ക് സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം സാമൂഹ്യ പ്രതിബദ്ധതയോടെ CCTVയാണ് നൽകുന്നത്. ഇത്തരത്തിലേക്കുള്ള സാങ്കേതിക വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇത്തരത്തിലേക്കുള്ള തുറന്ന് സിദ്ധിച്ചത് നേരത്തെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥാനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ വെച്ചാൽ വയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റിന് തുടർന്നുള്ള പരിപാടികളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും സഹായ സാധ്യതകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് പുത്തൻ മാതൃക പ്രാവർത്തികമായതോടെ നഗര സുരക്ഷയിൽ ഒരു ചുവട് കൂടി മുന്നിൽ വയ്ക്കാൻ നഗരസഭ ഭരണ നേതൃത്വത്തിനായി. കേവലം മാലിന്യ നീക്കവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രമല്ല, പട്ടണത്തിന്റെ സമഗ്രമായ നഗര സുരക്ഷയ്ക്ക് ഉതകും വിധമാണ് പുതിയ സംവിധാനങ്ങൾ. ഇനി അതിന്റെ മേൽനോട്ടവും നടത്തിപ്പുമാണ് നിർണായകം. വീഴ്ചയേതുമില്ലാതെ കാര്യക്ഷമമായി പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പോലീസിനും നഗരസഭയ്ക്കും സാധിക്കട്ടെ. 1921 കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മലബാർ കലാപം. സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായവും ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച പോരാട്ടവുമായിരുന്നു അതെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു.
CCTV പുന്നയൂർകുളം ബ്യൂറോ പ്രതിനിധി സുജിത് ഹുസൈന്റെ സംവിധാനത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച 1921 സ്വാതന്ത്ര്യ സമര ഡോക്യുമെന്ററി പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് മലപ്പുറം MSM ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചരിത്ര സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ജനതയെ അടിമകളാക്കിയ വെള്ളക്കാർക്കെതിരെ നടന്ന ഉജ്ജ്വല സമരമായിരുന്നു മലബാറിൽ നടന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 1921 മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കോട്ടൂർ PKMICയുടെ സഹകരണത്തോടെ മലബാർ വാരിയേഴ്സ് എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രകാശനം ഡോക്ടർ അബ്ദുസമദ് സമദാനി MP നിർവഹിച്ചു. ഗാന്ധിജിയെയും നെഹ്റുവിനെയും വരെ തമസ്കരിക്കുന്ന കാലത്ത് മാപ്പിള പോരാളികളുടെ പേര് ചരിത്രരേഖയിൽ നിന്ന് നീക്കം ചെയ്തതിൽ വ്യാകുലപ്പെടേണ്ടതില്ലെന്ന് ഡോക്ടർ അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. ചരിത്രം ഇന്നിന്റെ നിർമ്മാണം ആണെന്നും അതിനെ മതത്തിന്റെ കണ്ണിൽ കാണരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് VS ജോയ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ VP അനിൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം എന്നിവർ പങ്കെടുത്തു. മലബാർ സമരം നടന്ന ദേശാന്തരങ്ങൾ സന്ദർശിച്ച് 1921 പോരാളികൾ വരച്ച ദേശഭൂപടം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച സാഹിത്യകാരൻ P. സുരേന്ദ്രനെ ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം അബ്ദുസമദ് സമദാനി MP കൈമാറി. യോഗ്യൻ ഹംസ മാസ്റ്റർ രചിച്ച പൂക്കോട്ടൂർ കിസ്സപ്പാട്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നിർവഹിച്ചു. ഡോക്യുമെന്ററിയുടെ ഛായാഗ്രാഹകനും എഡിറ്ററും സംവിധായകനുമായ CCTV ന്യൂസ് പുന്നയൂർകുളം ബ്യൂറോ പ്രതിനിധി സുജിത് ഹുസൈനെ ഡോക്ടർ അബ്ദുസമദ് സമദാനി MPയും സഹപ്രവർത്തകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ടും ഉപഹാരം നൽകി ആദരിച്ചു. PKMIC ജനറൽ സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ P. ശിവദാസൻ, ഡോക്ടർ PP. അബ്ദുൾ റസാഖ്, ഡോക്ടർ ഷുമൈസ്, പ്രൊഫസർ K. ഗോപാലൻകുട്ടി എന്നിവർ വിഷയാവതരണം നടത്തി. വാര്യംകുന്നത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ അലവി കക്കാടൻ, മുൻ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PC. സുരേഷ് കുമാർ, സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ പിന്മുറക്കാരെയും ആദരിച്ചു. ചടങ്ങിൽ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മൂസ കടമ്പോട്ട്, അഡോട്ട് ചന്ദ്രൻ, സുനീറ പൊറ്റമേൽ, റാബിയ ചോലക്കൽ, ജസീന മജീദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെലത്തൊടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സലീന ടീച്ചർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P. A. സലാം, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുജാത KM നന്ദിയും പറഞ്ഞു. തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. എൻ്റെ ഉത്തരവാദിത്വം അതെനിക്ക് സാധിച്ചു. അതിന് ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും, സുരേഷ് സാറ്, പ്രസാദേട്ടൻ, മറ്റു ഉദ്യോഗസ്ഥർ, അതുപോലെ ഇവിടുത്തെ മെമ്പർമാർ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല PKMICയുടെ മുജീബ് ഖാൻ, യൂസഫ് ഖാൻ, ഉസ്താദ്, മറ്റുള്ള എല്ലാവരും, അവിടുത്തെ എല്ലാവരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജാലിയൻ വാലാബാഗിനോളം പോകുന്നതാണ് മലബാർ കലാപവും. കേവലം അല്പനാളുകൾ മാത്രം നീണ്ട ഒന്നായിരുന്നില്ല അത്. ചെറുതും വലുതുമായ ഒട്ടനേകം പോരാട്ടം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നടന്നു. ജന്മിത്ത വിരുദ്ധമായ രൂപം കൊണ്ട് അധിനിവേശ ശക്തിക്കെതിരായ മഹാപോരാട്ടമായി പടർന്നു പിടിച്ച സമരം ലക്ഷ്യം നേടിയില്ലെങ്കിലും ബ്രിട്ടീഷ് നേതൃത്വത്തെ വിറപ്പിച്ചു. ആ സമരകാലത്തിന്റെ ചരിത്ര സാക്ഷ്യമായി മാറിയ മലബാർ വാരിയേഴ്സ് അണിയിച്ചൊരുക്കിയ ഞങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയായ സുജിത് ഹുസൈനെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. തൃശൂർ ജില്ലയിൽ ചെറു വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി കടലാസിൽ ഒതുങ്ങുന്നു. പ്രവാസികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ ചെറു വിമാനത്താവളം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. സാംസ്കാരിക തലസ്ഥാനവും മധ്യജില്ലയുമായ തൃശൂരിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിവെച്ചിരുന്നെങ്കിലും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. പുഴയ്ക്കൽപ്പാടത്ത് വിമാനത്താവളം നിർമ്മിക്കാൻ 1988 തൃശൂർ കൌൺസിൽ യോഗം പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നെങ്കിലും അതെല്ലാം ചുവപ്പുനാടകളിൽ കുടുങ്ങി. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി രൂപീകരിച്ചിരുന്നു. ഇവരുടെ ശ്രമഫലമായി 2010 എയർപോർട്ട് അതോറിറ്റിയുടെ വിദഗ്ധ സംഘം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിയിരുന്നു.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാട് ദ്വാരക കടപ്പുറത്തെ 12 ഏക്കർ സ്ഥലം അനുയോജ്യമാണെന്ന് എയർപോർട്ട് അതോറിറ്റി ജനറൽ മാനേജർ രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു. ദേവസ്വത്തിന്റെ അനുമതി ലഭിച്ചാൽ 6 മാസത്തിനകം ഹെലിപോർട്ടിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് അന്നത്തെ MP-ആയിരുന്ന PC ചാക്കോ പ്രഖ്യാപിച്ചിരുന്നു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ പാടം, പാവർട്ടി പെരുവല്ലൂർ പാടം, പൂക്കോട് കുട്ടാടൻ പാടം എന്നീ സ്ഥലങ്ങളും അനുയോജ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തുകയും മിനി എയർപോർട്ട് അനിവാര്യമാണെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം ഫയലിൽ മാത്രം ഒതുങ്ങി. എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റിയുടെ നിരന്തര ശ്രമഫലമായി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സാധ്യതാ പഠനത്തിന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി 2017 ഉത്തരവിറക്കിയിരുന്നു. തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി ചെയർമാൻ രവി പനക്കൽ ആവശ്യപ്പെട്ടു. പ്രധാന തീർത്ഥാടന നഗരമായ ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വേണമെന്ന ആവശ്യവുമായി ഗുരുവായൂർ എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി അനവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. ഇതിനെ തുടർന്ന് 2017 കേരള സർക്കാർ എയർസ്ട്രിപ്പിന് വേണ്ടി ഉത്തരവ് ഇറങ്ങിയിരുന്നെങ്കിലും ഇതിനുവേണ്ട നടപടികൾ പുരോഗമിച്ചിട്ടില്ല. അതിനാൽ അടിയന്തരമായി ഗുരുവായൂരിൽ ഒരു മിനി എയർപോർട്ട് വരുന്നതിന് വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാം. ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ തീർത്ഥാടകർക്ക് ഏറെ ഗുണപ്രദമാകും. നിലവിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന VIP-കൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വിമാനമിറങ്ങുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ ഇറങ്ങിയാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണയും ഗുരുവായൂരിൽ എത്തിയത് ഇതേ മാർഗമാണ്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രംസിംഗെ 2015 ഇതേ മാർഗമാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് കൊച്ചി മുതൽ ഗുരുവായൂർ വരെ റോഡിൽ പോലീസിനെ വിന്യസിക്കേണ്ടി വന്നിരുന്നു. മുകേഷ് അംബാനി അടക്കമുള്ള നിരവധി VIP-കളും ഇതേ മാർഗമാണ് സ്വീകരിക്കുന്നത്. മിനി എയർപോർട്ട് നിർമ്മിച്ചാൽ പ്രവാസികൾക്കും ഇത് ഏറെ സൗകര്യപ്രദമാണ്. ഇതുവഴി ജില്ലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും കഴിയും. എയർ ആംബുലൻസിനും ഇത് ഗുണം ചെയ്യും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി 2010 ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗം മിനി എയർപോർട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു. 2008 ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയും മിനി എയർപോർട്ട് നിർമ്മാണത്തിന് പച്ചക്കൊടി വീശിയതാണ്. എന്നാൽ ആകാശയാത്ര ഇതുവരെ സബലീകരിക്കാനായിട്ടില്ല. കേരളത്തിന് തന്നെ അഭിമാന നേട്ടമായ മിനി എയർപോർട്ട് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് എയർപോർട്ട് പ്ലാനിംഗ് സൊസൈറ്റി പ്രധാനമന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഏറെക്കാലമായി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന മിനി എയർപോർട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യതയാണ്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രം മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാട് ഇപ്പോൾ മേഖലയിൽ തീരദേശ ഹൈവേ കൂടി വന്നതോടെ മിനി എയർപോർട്ടിന് പ്രസക്തിയേറുകയാണ്. സാധ്യതകൾ പരിശോധിച്ച് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വം ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചാൽ ജില്ലയിൽ വിമാനം വന്നിറങ്ങുന്ന കാലം വിദൂരമല്ല. ബലാത്സംഗ കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ. അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് പ്രതിയായ യുവാവിനെ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷ വിധിച്ചത്. പോകാം വിശദാംശത്തിലേക്ക്. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ ദേശത്ത് വലിയകത്ത് വീട്ടിൽ സാധിക്കിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ 22 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴ അടയ്ക്കാനും വിധിച്ചത്. പിഴ സംഖ്യയിൽ 1,00,000 രൂപ ഇരയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. 2018 ഏപ്രിൽ മാസമാണ് കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ കയ്യിൽ നിന്നും പണയം വയ്ക്കാൻ വാങ്ങിയ കൈചെയിൻ തിരികെ നൽകാനാണെന്ന വ്യാജേന രാത്രിയിൽ ജനൽപ്പാളിയിൽ തട്ടിവിളിച്ചുണർത്തുകയും വാതിൽ തുറന്നില്ലെങ്കിൽ യുവതി വിളിച്ചിട്ടാണ് വന്നതെന്ന് നാട്ടുകാരോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ബലാത്സംഗം ചെയ്തത് എന്നാണ് കേസ്. കേസിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ E. ബാലകൃഷ്ണൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് കുമാർ കൂടുതൽ അന്വേഷണം നടത്തുകയുമായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. S. ബിനോയ് ഹാജരായി. അഡ്വക്കേറ്റ് രഞ്ജിക, K. ചന്ദ്രൻ, അനുഷ എന്നിവർ സഹായികളായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനു വേണ്ടി ഗുരുവായൂർ സ്റ്റേഷനിലെ സീനിയർ CPO T. K. ഷിജു ഹാജരായി. ഒരു വ്യക്തിയെ മാനസികവും ശാരീരികവുമായി ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ലൈംഗിക ചൂഷണം. ഇന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിലവിലുള്ള നിയമങ്ങളെ ശക്തിപ്പെടുത്താനും ഓരോ വ്യക്തിക്കും ഫലപ്രദമായ സംരക്ഷണം ഉറപ്പുവരുത്താനും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്താനുമായി സാധ്യമായതെല്ലാം ചെയ്യണം. അത് മാതൃകാപരമാവുകയും വേണം. നഗരവികസനവും റോഡ് ജംഗ്ഷൻ അടക്കമുള്ള വികസനവും അരങ്ങു തകർക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകളുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ കണ്ണ് നാളിതുവരെയും തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പോകാം നേർക്കാഴ്ചയിലേക്ക്.
പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും ജംഗ്ഷനുകളിൽ എത്തുന്ന ചെറിയ വാഹനങ്ങളും റോഡ് മുറിച്ചു കടക്കുന്ന യാത്രക്കാരും സംസ്ഥാന പാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ദയാവായ്പിനു വേണ്ടി കാത്തുനിൽപ്പ് തുടങ്ങിയിട്ട് 8 മാസങ്ങൾ പിന്നിടുകയാണ്. സുഗമമായ ഗതാഗതത്തിനു വേണ്ടി ഈ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച സിഗ്നലുകൾ നിലച്ചതാണ് കാരണം. ഈ കാലത്തിനുള്ളിൽ ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല. സിഗ്നൽ സംവിധാനം ഇല്ലാതായതോടെ അക്കിക്കാവ് മുതൽ വടക്കോട്ട് 3 കിലോമീറ്ററിനുള്ളിൽ ഇരു സംസ്ഥാന പാതകളിലും അപകടങ്ങൾ ഇരട്ടിച്ചു. അപകടങ്ങൾ വർദ്ധിച്ചത് പരിശോധിക്കാൻ മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സിഗ്നലിന്റെ കാര്യത്തിൽ അവരും കണ്ണടച്ചു. കുന്നംകുളത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നാണ് മറ്റൊരു സംസ്ഥാന പാതയിലേക്ക് തിരിയേണ്ടത്. കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കും വരെ ജംഗ്ഷനിൽ കാത്തുനിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴെന്ന് ഡ്രൈവർമാർ പറയുന്നു. പെരുമ്പിലാവ് സെന്ററിലെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കുട്ടികളാണ് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നത്. ചെറിയ അപകടങ്ങൾ ദിനം പ്രതി നടക്കുന്നുമുണ്ട്. അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് കയറുന്ന വാഹനങ്ങളും ദുരിതത്തിലാണ്. ഇടവും വലവും നോക്കാതെ പായുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മുന്നിലേക്കാണ് പലപ്പോഴും എത്തിപ്പെടുക. വലിയ അപകടങ്ങൾ തലനാരിഴയ്ക്കാണ് ഒഴിവാകുന്നതെന്ന് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. 1 വർഷം മുൻപ് വരെ കെൽട്രോണിനായിരുന്നു അറ്റകുറ്റപ്പണിയുടെ ചുമതല. കരാർ പുതുക്കൽ ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് വിവരം. പരസ്യ ഏജൻസികൾക്ക് കരാർ കൈമാറിയെന്നും പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിക്കും എന്നും പറഞ്ഞിരുന്നു. 2 സിഗ്നലുകളുടെ മുകളിലും പരസ്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ആരും എത്തിയിട്ടില്ല. വലിയ അപകടങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കാതെ അധികൃതർ ഉടൻ കണ്ണു തുറക്കാൻ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ ചീറിപ്പായുന്ന പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകളുടെ നിലവിലെ സ്ഥിതി കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ. അപകടങ്ങൾ ഇരട്ടിക്കുന്നതല്ലാതെ യാതൊരുവിധ മാറ്റവും ഇവിടെ നാളിതുവരെയും ഉണ്ടായിട്ടില്ല. ഇനിയും താമസിച്ചുകൂടാ. ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഈയൊരു വിഷയത്തിൽ നടപടികൾ എടുത്തേ മതിയാകൂ. നാളികേര കർഷകർക്ക് നല്ല വിലയും ജനത്തിന് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയും നൽകി ശ്രദ്ധേയനാവുകയാണ് കെ നാരായണൻ. പെരുമ്പിലാവ് ആൽത്തറ ലൈഫ് കെയർ ഓയിൽ മിൽ ഉടമയായ നാരായണൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് വെളിച്ചെണ്ണ ഉൽപാദന വിതരണ മേഖലയിൽ സജീവമാകുന്നത്. മായം കലർന്ന രാസവസ്തുക്കളുടെ അതിപ്രസരമുള്ള പലതരം വെളിച്ചെണ്ണകൾ വിപണിയിൽ സജീവമാകുന്ന കാലത്ത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്വന്തം മില്ലിൽ സുതാര്യമായി സംശുദ്ധമായി വെളിച്ചെണ്ണ നിർമ്മിച്ചാണ് നാരായണൻ ശ്രദ്ധേയനാകുന്നത്. ഗുണമേന്മയുള്ള നാളികേരം കർഷകരിൽ നിന്ന് ഉയർന്ന നിരക്ക് നൽകി തന്നെ നേരിട്ട് ശേഖരിച്ച് ശരിയായ വെയിൽ കൊള്ളാതെ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫംഗസ്, പൂപ്പൽ എന്നിവ വരാതെ നൂതന മാർഗമായ ഇലക്ട്രിക് ഡയറിൽ ഉണക്കി കൊപ്ര തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പൊടിപടലങ്ങൾ ഉൾപ്പെടാതിരിക്കാനും വൃത്തിയോടെ സംസ്കരിക്കാനുമാണ് ഡ്രയർ സഹായത്തിൽ കൊപ്ര തയ്യാറാക്കുന്നത്. പിന്നീട് അത് പോഷകാംശങ്ങളും വിറ്റാമിനുകളും നഷ്ടപ്പെടാതെ കോൾഡ് പ്രസ് മെഷീനിൽ ആട്ടിയെടുത്ത് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വിധം നിർമ്മാണത്തിലെ എല്ലാ ഘട്ടത്തിലും സംശുദ്ധിയോടെ ഗുണമേന്മയോടെ തയ്യാറാക്കുന്നതിനാൽ ലൈഫ് കെയർ വെളിച്ചെണ്ണ എന്ന പേര് അന്വർത്ഥമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഉപയോഗിച്ചു നോക്കിയവർ നല്ല അഭിപ്രായത്തോടെയാണ് വീണ്ടും തേടി വരുന്നതെന്നും കെ നാരായണൻ പറഞ്ഞു. സംശുദ്ധമായ മായം കലരാത്ത കെമിക്കലുകൾ ചേരാത്ത വെളിച്ചെണ്ണ എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. PMFME പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നല്ല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, നല്ല വെളിച്ചെണ്ണ എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ മായം കലർന്നതും കെമിക്കലുകൾ ചേർന്നതും ഒക്കെയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അതിനെ മറികടന്ന് സുതാര്യതയോടുകൂടി ആർക്കും വന്ന് കാണാവുന്ന തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തയ്യാറാക്കുന്നതാണ് ഇതിന് ലൈഫ് കെയർ എന്ന് പേര് ഇട്ടതിൻ്റെ ഉദ്ദേശവും കൂടി അതുതന്നെയാണ്. MLA-മാരായിരുന്ന ബാബു എം പാലിശ്ശേരി, യു പ്രദീപ് എന്നിവരുടെ PA ആയി 15 വർഷത്തോളം പ്രവർത്തിച്ച നാരായണന് ഇപ്പോൾ ആരംഭിച്ച വെളിച്ചെണ്ണ വിതരണം ആദ്യഘട്ടത്തിൽ ലാഭകരമാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ശുദ്ധമായ വെളിച്ചെണ്ണ ജനത്തിന് നൽകാൻ സാധിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ്. മായം കലരാത്ത വെളിച്ചെണ്ണ ഇന്ന് വിപണിയിൽ അപൂർവമാണ്. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇനി അത്തരം പ്രശ്നങ്ങളോട് വിട പറയാം. ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കായി ലൈഫ് കെയർ ഓയിൽ മില്ലിനെ സമീപിക്കാം. നിർമ്മാണം പൂർത്തീകരിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ഇനി സൗകര്യപ്രദമായ കെട്ടിടത്തിൽ സുഗമമായി പ്രവർത്തിക്കാം. റർബൻ മിഷൻ പദ്ധതിയിൽ 1,43 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ പുന്നേർകുളത്തുകാരുടെ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. അണ്ടത്തോട് 18-ാം വാർഡിൽ ഇരുനില കെട്ടിടത്തിലാണ് സാംസ്കാരിക നിലയം ഒരുക്കിയിട്ടുള്ളത്. ഒരു ദേശത്തിന്റെ അമരക്കാരനും പുന്നേർകുളം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന BP മാമുവിന്റെ നാമകരണത്തിലാണ് കെട്ടിടം നാടിന് സമർപ്പിക്കുക. 20 വർഷങ്ങൾക്ക് മുൻപാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പല സാങ്കേതിക കാരണങ്ങളാലും ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടും
നിർമ്മാണം മന്ദഗതിയിലായി. പ്രളയവും കോവിഡും നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. തുടർന്ന് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക നിലയം എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 3 പദ്ധതികളിലായി 45 ലക്ഷം രൂപ ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു. 300ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന വിവാഹ മണ്ഡപത്തിനുള്ള സൗകര്യവും സാംസ്കാരിക നിലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ആർട്ട് ഗ്യാലറി, ചിത്ര പ്രദർശനത്തോടൊപ്പം വിനോദസഞ്ചാരികൾക്കായി കേരളീയ കലാരൂപങ്ങൾ അരങ്ങേറുന്നതിനും ഉപയോഗപ്രദമാണ്. പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ VP മാമുക്കയുടെ ഫോട്ടോ അനാച്ഛാദനവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, NK അക്ബർ MLA, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. പുന്നയൂർക്കുളം നിവാസികളുടെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു സൗകര്യപ്രദമായ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം. ഇതാണ് NK അക്ബർ MLAയുടെ ഇടപെടലോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. നാടിന്റെ വികസന പ്രവൃത്തികളിൽ അലംഭാവം അശേഷം വേണ്ടേ എന്ന ഓർമ്മപ്പെടുത്തലുമായി നന്ദി, നമസ്കാരം.